അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഞാനിടുന്ന ഈ ഓഡിയോ എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ ഒരു സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നൊരു മുഹൂർത്തത്തിൽ കേൾക്കുക. ധൃതി പിടിച്ച് കേൾക്കരുത്. കാരണം നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന വിഷയം പൂർണ്ണമായും മനസ്സിലാകാതെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ചിലർക്ക് നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യാം. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ കാണുന്ന ഓരോ മുഹൂർത്തങ്ങളിലും നമ്മൾ പഠിച്ച അറിവും അവരുടെ അരികിൽ ചെന്ന് അവരിൽ കാണുന്ന പ്രവർത്തനങ്ങളും തമ്മിൽ യോജിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു രീതി, നമുക്ക് സംശയങ്ങളുണ്ടാകുന്ന രീതി, അങ്ങനെ പല തരത്തിലുള്ള അവസ്ഥകൾ പലപ്പോഴായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ വരികയും കടന്നു വരുമ്പോൾ അത് സ്വയം തിരുത്തി ആ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ക്ഷമ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം മഹാത്മാക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞത്. മറിച്ച് ധൃതി കൂട്ടിയിരുന്നെങ്കിൽ, ഞാൻ പഠിച്ചത് വെച്ച് അവരെ വീക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അകന്നുപോയേനെ. അപ്പോൾ നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതിന് അവരോടൊപ്പം കുറച്ച് ചെലവഴിക്കണം. അപ്പോഴാണ് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇക്കാലത്ത് സൂഫികളെ തിരയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഇത്തരം സൂഫികൾ ഉണ്ടായിരിക്കാം. എങ്കിൽ കേരളത്തിൽ നിലവിൽ എൻ്റെ അറിവിൽ ആരുമില്ല. കാരണം അത്തരം മഹാന്മാരൊക്കെ അഥവാ ഉണ്ടെങ്കിൽ അവരൊരുപാട് മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് അവർ മറിഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ പഠിച്ച പാഠങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളവരെ വിലയിരുത്തുന്നത്. 100% ആളുകളിൽ നിന്ന് 90% ആളുകളും ഇത്തരം ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്നത് അവരവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒട്ടുമിക്ക ആളുകളെയും നമ്മൾ നോക്കുമ്പോൾ പ്രശ്നങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടാൻ മനുഷ്യൻ നാനാ വഴികളിൽ കിടന്നോടുമ്പോൾ ഓരോ ആളുകളും അവരവരുടെ വിശ്വാസങ്ങളിലൂടെ അവരവരുടേതായ രീതിയിൽ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിവിധി തേടുമ്പോൾ ഇത്തരം സൂഫി വാര്യന്മാരെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ടുപോയ ആളുകൾ ഇത്തരം സൂഫികൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയുമ്പോൾ അവരെ സമീപിക്കുന്നത് പോലും തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ
മശായിഖന്മാരെല്ലാം ഇവിടെ അവരുടെ ജീവിതം നമ്മളെപ്പോലെ ജനിച്ചു വളർന്നു വന്നവരൊക്കെ തന്നെയാണ് ഇവരെങ്കിലും അവർ മനസ്സിലാക്കിയ അറിവും നമ്മൾ മനസ്സിലാക്കിയ അറിവും രണ്ടാണ്. അവർ മനസ്സിലാക്കിയ ആ ഒരു അറിവിലൂടെ അവർ യാത്ര ചെയ്ത് അവർ നേടിയെടുത്തതാണ് ഈ ആരിഫ് എന്നുള്ള ഒരു അവസ്ഥ, അള്ളാഹുവിലേക്കുള്ള ലയനം. തൻ്റെ മനസ്സിനെയും തൻ്റെ ചിന്തകളെയും എല്ലാം ഏകനായ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു ധ്യാനം. ആ ധ്യാനമാണ് സൂഫികളുടെ വഴി. ഒരുപാട് പ്രയത്നങ്ങളിലൂടെ അവർ നേടിയെടുക്കുന്ന ആ ധ്യാന മുഹൂർത്തത്തിൽ ഒരുപക്ഷെ അവിടേക്ക് എത്തപ്പെടുന്ന ആളുകൾ അവർ അവരുടെ വിഷമങ്ങൾ പറഞ്ഞു പോവുകയും എങ്കിൽ ചിലർ അവരെ എന്നും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ എന്നും കാണുന്നവർ വളരെ കുറവായിരിക്കും, പ്രശ്നങ്ങൾ പറയാൻ വരുന്നവർ ധാരാളമായിരിക്കും. അത് ഏത് മേഖലയിൽ നോക്കിയാലും പ്രശ്നങ്ങൾ പറയാൻ വരുന്നവരുടെ തിരക്ക്, അത് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഏത് സ്ഥലത്തായാലും ഇന്ന് ഏറ്റവും അധികം ആളുകൾ ഒരു സമാധാനത്തിന് വേണ്ടി ഓടുന്ന ഒരവസ്ഥയാണ്. കാരണം ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യത്തിൻ്റെ പേരിലൊക്കെ വലിയ വലിയ വിപ്ലവങ്ങളാണ് ഇന്ന് ഉടലെടുക്കുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഏതെങ്കിലും ഒരു അപൂർവമായ ഒരു സംഭവം നടക്കുമ്പോൾ ഒന്ന് ഭയപ്പെടും എന്നല്ലാതെ ഇന്ന് എവിടെ നോക്കിയാലും കലാപങ്ങളും യുദ്ധങ്ങളും അതുപോലെ തന്നെ ജീവിതമാർഗത്തിൽ ജീവിക്കാനുള്ള പെടാപ്പാടുപെടുന്ന കുടുംബപരമായ പ്രശ്നങ്ങളും മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഭാര്യയെ കൊണ്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഒരു ദിവസത്തെ തള്ളി നീക്കാൻ ഓടുന്ന മനുഷ്യൻ അവനവൻ്റെ ജോലി സ്ഥലത്തേക്കെത്താൻ അല്ലെങ്കിൽ അവനിക്ക് വേണ്ടപ്പെട്ടവരുടെ അരികിലേക്കെത്താനായിട്ട് ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ ആകെ തിരക്ക് പിടിച്ച ആ തെരുവീതിയിൽ എത്രയോ സമയമെടുത്താണ് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുക. അത്രത്തോളം ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഓരോ വ്യക്തികളും ആത്മീയപരമായ മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമാണ്. കഥ കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ ആ ഓരോ കഥകളും അനുഭവങ്ങൾ കൊണ്ടുണ്ടായതാണ്. അതനുഭവിച്ചവർക്കേ അതിൻ്റെ മഹത്വം അറിയുകയുള്ളൂ. കഥ കേൾക്കുന്നവർക്ക് ഒരു സിനിമ കാണുന്നത് പോലെ അത് കണ്ടു കഴിയുമ്പോൾ വളരെ മോശം എന്ന് എളുപ്പത്തിൽ പറയാൻ കഴിയും. എങ്കിൽ ആ ഒരു സിനിമ ചിത്രീകരിച്ച് രൂപപ്പെടുത്തി അതൊരു പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ ആ ഒരു സമയം വളരെയധികം വിലപ്പെട്ടതാണെങ്കിൽ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്ക് ഭംഗി കിട്ടിയില്ലെങ്കിൽ അത് കൊള്ളില്ല എന്ന് പറയാൻ സെക്കൻഡ് കൊണ്ട് കഴിയും. എന്നതുപോലെയാണ് നമ്മളൊക്കെ പഠിച്ച അറിവിൽ നിന്നുകൊണ്ട് സൂഫികളെ വീക്ഷിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിധി എഴുതാൻ പറ്റും, അയാൾ ശരിയല്ല. എന്തുകൊണ്ടാണ് ശരിയല്ല എന്ന് പറയാൻ കഴിയുന്നത്? ഒരുപക്ഷെ അവർ നിസ്കരിക്കാത്തവരായിരിക്കാം. നമ്മൾ കാണുന്നില്ല അവർ നിസ്കരിക്കുന്നത്. നമ്മൾ ചെന്നപ്പോൾ അവർ ഒന്നെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട ഒരറിവ് എപ്പോഴും വിവാദത്തിലിരിക്കുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ ഈ അറിവും വെച്ച് ചെന്ന് കയറുമ്പോൾ അവരുടെ പ്രവർത്തന രീതികൾ കാണുമ്പോൾ നമ്മളറിയാതെ ഒന്ന് സംശയത്തിലായി പോകും. അപ്പോൾ ഏറെ നാളത്തെ
സുഫിവര്യന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് അവരുടെ പ്രവർത്തന രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വെറുതെ ഒന്നും ഉണ്ടായതല്ല, വെറുതെ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. അങ്ങനെ വെറുതെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നിലനിൽക്കുകയുമില്ല. അപ്പോൾ സത്യത്തിൻ്റെ വഴിയിലൂടെ പോയി ആരൊക്കെ എന്തൊക്കെ മോശം പറഞ്ഞാലും ആ സത്യം വിജയിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ ആരിഫീങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. പല സ്ഥലത്തും പല രീതിയിലാണ് അവിടുത്തെ ആചാരങ്ങൾ നടക്കുന്നത്. ഓരോ ആളുകളും അവരവരുടേതായ രീതിയിലുള്ള ആചാരകർമ്മങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ അത് കാണുന്ന നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ശരീഅത്തെന്ന് പറയുന്ന ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അവിടെ കാണും. അവിടെ കാണിക്കുന്നത് ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവിടെ മൺമറഞ്ഞു കിടക്കുന്ന ആ ഒരു മഹാൻ അവരുടെ ജീവിതകാലത്ത് അവരത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ നോക്കിയാൽ അവരാരും അത്തരം കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുത്തവരല്ല. അവരെ നേരെയാക്കാൻ വേണ്ടി എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് സ്വത്തും സുഖവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ മനസ്സിൽ അല്ലാഹ് എന്ന് പറയുന്ന ഒരു ചിന്ത നിലനിർത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തുന്ന അത്തരം സൂഫി വര്യന്മാരെ കാണുന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് എത്തപ്പെടുമ്പോൾ തൻ്റെ ശരീരത്തിലൊരു രോഗമുണ്ടെങ്കിൽ, തനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, അങ്ങനെ തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു തറയുണ്ടെങ്കിൽ അതവർ തന്നെ പറയും, അവർ തന്നെ അത് മായ്ക്കും. അതിനുവേണ്ടി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് പറയാനായിട്ട് കവടി നിരത്തേണ്ട ആവശ്യമില്ല. അവർക്ക് പറയാനായി കൈരേഖ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പറയാനായിട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവരെ നോക്കിക്കൊണ്ട് ആ സമയത്ത് അവരിൽ നിന്ന് വരും. എന്ന് വെച്ചാൽ ഒരു വെല്ലുവിളി പോലെ നമ്മൾ ചോദിക്കുന്നു, ഇവർ ഇത്രയും വലിയ കഴിവുള്ളവരാണെങ്കിൽ എല്ലാവരുടെ കാര്യം പറയട്ടെ എന്ന് നമ്മൾ മുദ്രാവാക്യം മുഴക്കിയാൽ അങ്ങനെ എല്ലാവരുടെയും കാര്യം പറയാൻ വന്നവരല്ല. ആരാണോ തൻ്റെ മുന്നിലേക്ക് എത്തുന്നത് അവൻ ഏത് വിഷമവുമായിട്ടാണ് വരുന്നത്, അവൻ്റെ ആ പ്രയാസം അതവരറിയുന്നു, അവരുടെ വാഗുണ്ടത് മായ്ക്കുന്നു. അത്തരം ഒരുപാട് അനുഭവങ്ങൾ എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പല രോഗങ്ങളായി വന്നവർ, പല പ്രയാസങ്ങളായി വന്നവർ, അങ്ങനെ പല രീതിയിലും വന്നവർക്കൊക്കെ അവിടെ നിന്ന് വാക്കുകൾ കൊണ്ട് ആശ്വാസം നൽകിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. പൊതുവെ റാമത്തുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം ആ ഉണ്ടായ സംഭവങ്ങൾ വിവരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു സമൂഹം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ച് സൂഫികളെ അറിഞ്ഞവർ മാത്രമേ ഞാൻ പറയുന്ന വിഷയത്തെ ശരി എന്ന് പറയുകയുള്ളൂ. അല്ലാത്തവർക്കൊക്കെ മൊത്തം കൺഫ്യൂഷനായിരിക്കും. അതുകൊണ്ടാണ് ഇന്നലെ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവர்களுടെ ഒരു ചെറിയ ഭാഗം പറഞ്ഞു പോയപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളുണ്ടെങ്കിലല്ലേ എല്ലാം ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മളുണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓടുകയാണ്. ആ ഓട്ടത്തിൻ്റെ ഇടയിലാണ് നമുക്ക് പല കാര്യങ്ങളും ഉള്ളത്. ഈ പല കാര്യങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ആത്മീയമായ വിഷയവും കേൾക്കുന്നത്. അപ്പോൾ നമ്മളൊരു നിമിഷം ഇല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിന്നെല്ലാം പോയി. പക്ഷേ ഈ വാക്കുകൊണ്ട് പെട്ടെന്നൊരു വിദ്വാൻ ഒരു മറുപടി ഇട്ടു, നമ്മളാണ് എല്ലാം ഉണ്ടാക്കിയതെങ്കിൽ അള്ളാഹിനെ നമ്മളാണല്ലേ ഉണ്ടാക്കിയതെന്ന്. ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാതെ, എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാക്കാതെ
എന്തോ ഒരു കഷ്ണം കിട്ടിയപ്പോഴത്തേക്കും വേഗം ചാടി അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഇത്തരം ആളുകളാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. അപ്പം അതിലെഴുതിയിരിക്കുന്നത് CM മടവൂർ എന്നാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ അദ്ദേഹം കരുതിയത് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞാനെന്തോ മടവൂരിനെതിരായിട്ടുള്ള ഒരാളാണെന്നാണ് അയാൾ ധരിച്ചത്. ഇതെന്താ ഇങ്ങനെ പേര് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ അങ്ങനെ എഴുതി വെക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം എനിക്ക് കഥ പറഞ്ഞു തരികയാണ്. ഞാൻ CM വലിയുള്ളാഹിയെ കണ്ട ആളാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാലിക്കറ്റുള്ള ഒരു സൂഫി വര്യനാണ്, അദ്ദേഹത്തിൻ്റെ മക്കാമ് അവിടെയുണ്ട്, അവരോടുള്ള മുഹബത്ത് കൊണ്ട് ഞാൻ വണ്ടിക്ക് ഈ പേരെഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരോട് നല്ല മുഹബത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ പേര് അവിടെ നിന്നും മായ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആകെ ആശയക്കുഴപ്പമായി. ആ പേര് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അതൊരു ബർക്കത്തല്ലേ? ഞാൻ പറഞ്ഞു, ആ പേര് മായ്ക്കണം. നിങ്ങൾ നല്ല സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളത് മായ്ക്കണം. മറ്റൊന്നും കൊണ്ടല്ല. ആ മഹാനവറുകളെ കണ്ട ഒരാളാണ് ഞാൻ. അവരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെക്കൊണ്ട് ഒരു ചീത്തപ്പേര് അവർക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ടാക്സി ഡ്രൈവറാണ്. നിങ്ങളുടെ വാഹനത്തിൽ പലതരം ആളുകൾ കയറും. പലരും പലതരം വിശ്വാസമുള്ളവരായിരിക്കും. ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുജാഹിദോ ജമാഅത്തെ ഇസ്ലാമിയോ നിങ്ങളുടെ വണ്ടി വിളിച്ചാൽ നിങ്ങളോട് ഈ പേര് ചോദിച്ച് ആക്ഷേപിക്കാനിടയായാൽ അവരെ ആക്ഷേപിക്കാൻ നിങ്ങളൊരു കാരണമായി മാറും. അതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനിടവരുത്തരുത്. നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ആ പേര്. വണ്ടിയിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാണ് വേണ്ടത്. നമ്മുടെ പുറത്ത് മുഴുവനും അള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? എൻ്റെ ശരീരത്തിൽ മുഴുവനും ഞാൻ അള്ളാഹ് അള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശരീരം ചീഞ്ഞളിഞ്ഞു പോകും, ആ എഴുത്തുകളും മാഞ്ഞു പോകും. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ ഞാൻ അള്ളാഹ് എന്ന് ഉറപ്പിച്ചാൽ അത് പിന്നെ നശിക്കില്ല. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ മനസ്സിലാണ് അത് പതിക്കേണ്ടത്. നമ്മുടെ ചലനങ്ങൾ, ഒരു വാഹനം ഓടുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് പോലെ നമ്മൾ ശ്വസിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നുണ്ട്. ആ ശബ്ദത്തെ നമ്മൾ ഹൂ ഹക് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. നമ്മളുടെ ശ്വാസം പുറത്തോട്ട് പോകുമ്പോഴൊരു ശബ്ദം, അകത്തോട്ട് വലിക്കുമ്പോഴൊരു ശബ്ദം. ആ ശബ്ദത്തെ വളരെയധികം പ്രയത്നിച്ച് നമ്മൾ ആ ശ്വാസത്തെ ഒരു ശബ്ദം, ആ ശബ്ദത്തിന് ഒരു വാക്കുണ്ടായി, ഹൂ ഹക്. അതുകൊണ്ടിപ്പോൾ നടന്നു പോകുമ്പോഴൊക്കെ, സംസാരിക്കുമ്പോൾ, നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഹൂ ഹക്ക് എന്നുള്ള ആ ഒരു വാക്കിങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പല വഴികളിലൂടെ നടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സ് വ്യതിചലിക്കില്ല. നമ്മുടെ ഉള്ളിൽ ആ ഇടിപ്പുണ്ട്. അപ്പോൾ ആ ഇടിപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നിശ്ചലം, ശരീരത്തിൽ നിന്ന് അത് പുറത്തേക്ക് പോയാലും അതതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ സൂഫിസത്തെ ചിന്തിക്കേണ്ടത്. കാരണം ഒരു കോഴി മുട്ട, ആ കോഴിമുട്ടയെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം, ഓംലെറ്റ് ഉണ്ടാക്കാം, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആ സത്ത് പല രീതിയിൽ ഉപയോഗിച്ചു പോകുമ്പോൾ ഒരാൾ വിചാരിക്കുന്നു ആ കോഴിമുട്ടയിൽ നിന്നൊരു കോഴിക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരണം. അപ്പോൾ അയാളത് സൂക്ഷിക്കും, അതിന് ചൂട് കൊടുക്കും. ആ ചൂട് കൊടുക്കാനായിട്ട് പല സംവിധാനങ്ങളുമുണ്ട്. എങ്കിൽ ഒരു കോഴി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ചൂട് കൊടുത്ത് അടയിരുന്ന് ഒരു കുഞ്ഞ് വിരിയുന്നത് പോലെ
മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അള്ളാഹുവിൻ്റെ മഷായിഹന്മാരുടെ സമീപത്തിലിരുന്നു കൊണ്ട് നമ്മൾ നമ്മളിൽ നിന്നൊന്ന് വിരിഞ്ഞു വരാൻ വേണ്ടി അവരുടെ ചൂട് നമ്മൾ ആസ്വദിക്കുകയാണ്. ആ ചൂടിൽ നിന്ന് നമ്മൾ വിരിയും. അതുകൊണ്ടാണ്, അങ്ങനെ വിരിഞ്ഞത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും പറയാനും സംസാരിക്കാനും പല വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ, പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ നമുക്കവിടെയൊക്കെ ഒരു സമാധാനം വന്നത്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പരിഹസിക്കാൻ എളുപ്പമാണ്. ആ പരിഹാസം ഒരു വലിയന് മാത്രമല്ല, പ്രവാചകന്മാർ വരെ കേട്ടിട്ടുണ്ട്. എന്തിനേറെ, പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്ന എത്രയോ ആളുകൾ ഇന്നുണ്ട്. ഇവിടെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണ കഥ പറയുമ്പോൾ റസൂലിനെ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഇവർ ഈ പറയുന്ന, ഈ നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വന്നൊരു സംവാദം നടത്താൻ അവർക്ക് കഴിയില്ല. രണ്ടു കൂട്ടർ സംവാദം നടത്തിയാലും രണ്ടു കൂട്ടരും ജയിക്കില്ല. രണ്ടുപേരും അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടിട്ട് അവരവർ ജയിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ സംവാദങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. സംവാദം ഒരറിവിന് വേണ്ടിയിട്ടല്ല, സംവാദം ഒരു മത്സരമാണ്. എപ്പോഴും സംവാദങ്ങളെ മത്സരങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഒരു അറിവിന് വേണ്ടി എവിടെയെങ്കിലും ഒരു സംവാദം നടക്കുന്നുണ്ടോ? അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരായ ആളുകളെ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവാദങ്ങളെല്ലാം. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക. പരിശുദ്ധ ഖുർആനിൽ അൽ-ബഖറ സൂറത്ത് അത് വെളിവാക്കി തന്നിട്ടുണ്ട്. കണ്ണും കാതും മുദ്ര വെച്ചവരുടെ മുമ്പിൽ പോയി കഥ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇന്ന് യാത്ര ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അത് ബാലുശ്ശേരി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ്, അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല ഉദാഹരണങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നു, വിഗ്രഹാരാധന ശിർക്കാണ്, ബിംബാരാധന ശിർക്കാണ്, വിളക്ക് കത്തിക്കൽ ശിർക്കാണ്. അങ്ങനെ പല ശിർക്കുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഖബറാരാധന നടത്തുന്ന സുന്നി വിഭാഗങ്ങൾ അവർ ശിർക്കിൻ്റെ കോട്ടയിലാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സത്യം തിരിച്ചറിയാത്ത സാധുക്കളായ കുറേ ജനങ്ങൾ ഇത്തരം ആളുകളിലെ ഖുർആൻ പാരായണം കേട്ട് അതിൽ പെട്ടുപോയിട്ടുണ്ട്. യഥാർത്ഥമായ ഹക്ക് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നാണ്. അള്ളാഹുവിനെ മാത്രം വിളിക്കുക. അള്ളാഹുവിനെ മാത്രം വിളിക്കലാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് 5 നേരവും നമ്മൾ പള്ളിയിൽ നിന്ന് ഈ ബാങ്ക് കേൾക്കുമ്പോൾ അള്ളാഹിനെ മാത്രമാണ് വിളിയെങ്കിൽ അവിടെ എന്തിനാ റസൂലിനെ ചേർക്കുന്നത്? അള്ളാഹിനെ മാത്രം വിളിച്ചാൽ പോരെ? സുന്നികളല്ലേ അത് വിളിക്കേണ്ടത്, മുജാഹിദുകാരത് വിളിക്കാൻ പാടില്ല. നബി അള്ളാഹുവിലേക്ക് വഴി കാണിച്ചു തന്ന ആളല്ലേ, നബിയുടെ പേരും പറയണമെന്നുണ്ടോ നിങ്ങൾ പറയണ അടിസ്ഥാനത്തിൽ? വളരെയേറെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. മടവൂരെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിഹസിക്കുന്നത് കണ്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസി ഒരു സൂഫി വര്യയുടെ മക്കാമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അദ്ദേഹം അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? കൂട്ടമായിട്ട് നിന്ന് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നിന്ന് നിസ്കരിച്ചാൽ പോരെ? അതിനൊരു ഇമാമിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഇസ്ലാം ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ, മടവൂരിന് വേണ്ടിയല്ലല്ലോ. റമദാനിൽ നോമ്പ് പിടിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ.
അത് സുന്നികളും ചെയ്യുന്നുണ്ട്, മുജാഹിദും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് മടവൂരിനോ അല്ലെങ്കിൽ മമ്പുറന്തങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിന് വേണ്ടിയാണോ? അപ്പം നിസ്കരിക്കുന്നുണ്ട് സുന്നികൾ, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ആ നിസ്കാരത്തിൻ്റെ ഇടയിൽ പോലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന നിസ്കാരത്തിൽ അള്ളാഹിനെ മാത്രമാണോ പറയുന്നത്? അവിടെ ഇബ്രാഹിം അസ്സലാത്ത് ചെല്ലുന്നില്ലേ? എന്തിനാണ് ഇബ്രാഹിം അസ്സലാത്ത് ചെല്ലുന്നത്? ആ വിഷയം എന്തിനാ അവതരിപ്പിക്കണം? അള്ളാഹു ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഐശ്വര്യം കിട്ടിയതുപോലെ റസൂലിനും കിട്ടണമേ, ഇങ്ങനെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അള്ളാഹ്ക്കുള്ള ഇബാദത്താണെങ്കിൽ അവിടെ മൊത്തം അള്ളാഹിനെ മാത്രം പറഞ്ഞാൽ പോരെ? അവിടെ ഇബ്രാഹിം നബി എന്തിന്? അവർക്ക് കിട്ടിയതിനെക്കുറിച്ച് അവർക്ക് എന്താ കിട്ടിയത്? ആ കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് റസൂലിന് കൊടുക്കണമേ എന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? റസൂലിന് എന്തു കൊടുക്കാനാണ്? അത് പറയുന്നത് ഈ നുണ മുഴുവനും പറയുന്ന, ഫസാദ് മുഴുവനും പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിഷയങ്ങളെ വളച്ചൊടിക്കുന്ന ഓരോ വ്യക്തികളും പോയി റസൂലിന് കൊടുക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കും? പറയുന്നവൻ ശരിയല്ല. അപ്പം അതുകൊണ്ട് വിഷയങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. ഞങ്ങളൊക്കെ മശായിഖന്മാരുടെ സന്നിധാനത്തിലേക്ക് ചെന്നാൽ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തു പ്രയാസമാണോ ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുആ തന്നെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ, അറിവില്ലാത്തവരാണ്, വിവരദോഷികളാണ് റബ്ബേ, അറിവില്ലാതെ ചെയ്തു പോകുന്ന ഓരോ പിഴവുകളും നീ അറിയുന്നവനാണല്ലോ അല്ലാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ റബ്ബേ. ഇവിടെയൊക്കെ മടവൂരിൻ്റെ പേര് പറഞ്ഞ ഓരോ മക്കാമിൽ ചെന്ന് നിന്നുകൊണ്ട് ഓരോരുത്തർ ദുആ ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഇനി അറബിയിലാണെങ്കിലും അവിടെയും അല്ലാ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ദുആ ആണെങ്കിൽ പിന്നെ അവിടെ പോയി നിൽക്കണെന്താ? അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹുവിനെ സ്നേഹിച്ച് മൺമറഞ്ഞ അവരുടെ സാമീപ്യത്തിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ അതിന് കൂലി കൂടുതലുണ്ടെന്ന് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ ഇത്തരം മക്കാമുകളിൽ വന്ന് നിൽക്കുന്നത്. നമ്മുടെ ഉമ്മയുടെ അരികിൽ നിൽക്കുമ്പോൾ, നമ്മളുടെ ബാപ്പയുടെ അരികിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം വല്ലാത്ത എന്താ കാര്യം? അത് നമ്മുടെ ഉമ്മയും ബാപ്പയുമാണെന്ന് വ്യക്തമായതുകൊണ്ടാണ്. നമുക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഉമ്മയുടെയും ബാപ്പയുടെയും മകനാണോ ഞാനെന്നൊരു സംശയമുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സമാധാനവും കിട്ടില്ല. അപ്പം എന്നതുപോലെയാണ് ഈ പ്രസ്ഥാനക്കാരുടെ അവസ്ഥ. അപ്പോൾ മൊയ്തീൻ ഷെയ്ഖെ കാക്കണേന്ന് ആരെങ്കിലും പറഞ്ഞു പോയാലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരുപക്ഷെ അറിവില്ലാത്ത ഒരാൾ അങ്ങനെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. ഇത് മുഹബത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂലേ എന്നാണ് ആര് വിളിച്ചത്? അബൂബക്കർ സിദ്ദീഖ്, അള്ളാഹുവിൻ്റെ റസൂലേ. അപ്പോൾ മുഹമ്മദ് എന്ന് പേരുള്ള ആ ഒരു കുട്ടി വളർന്ന് വലുതായപ്പോൾ ആ വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് കൊണ്ട് അവരെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയും അവരുടെ പ്രിയ സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർകൾ അവരെ വിളിച്ചത് മുഹമ്മദേ എന്നല്ല, അള്ളാഹുവിൻ്റെ റസൂലേ എന്നാണ്. അപ്പോൾ കൂട്ടുകാരനോട് എങ്ങനെ സംസാരിക്കണം? ആ കൂട്ടുകാരന് മാറ്റമുണ്ടായപ്പോൾ ആ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം വിനയത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറയുന്നു. എന്തിനേറെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിൽ പാമ്പ് കടിച്ചപ്പോൾ പ്രവാചകൻ ഉമിനീരെടുത്ത് വിഷം പുരട്ടി, ആ വിഷത്തിൽ കടിച്ച ഭാഗത്ത് പുരട്ടിയപ്പോൾ വിഷം ഇറങ്ങിപ്പോയ ഒരു സംഭവം. അള്ളാഹുവാണ് എല്ലാത്തിനും പരിഹാരം ചെയ്യുന്നവനെങ്കിൽ റസൂൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പോരെ? എന്തിന് സ്വന്തം വായിലെ ഉമിനീരെടുത്ത് അവിടെ പുരട്ടി? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എല്ലാം പറയാൻ പറ്റുന്നൊരു സമയമല്ല. അതിനൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്.
ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ തർക്കിക്കുന്നത്, വലിയ കാര്യങ്ങൾ കൊണ്ടല്ല. ഇതറിയാൻ ആഗ്രഹിക്കുന്നവരുമില്ല. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ എങ്കിൽ ഞങ്ങളോടൊരു സംവാദത്തിന് വരാമോ? വന്നിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അൽ ബഖറ സൂറത്തിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എങ്കിൽ അവൻ വിശ്വാസിയല്ല. അവരോട് ഇവിടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ സൽക്കർമ്മങ്ങളാണല്ലോ ചെയ്യുന്നതെന്ന്. അവരുടെ കണ്ണും കാതും ഞാൻ മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു രോഗമുണ്ട്. അതുകൊണ്ട് അവർക്ക് എത്ര താക്കീത് നൽകിയാലും അവർ അനുസരിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പം അള്ളാഹുവിനെ മാത്രം വിളിച്ചാലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ ഈ കൂട്ടർ അൽ ബഖറ എന്താ ഓതാത്തത്? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാത്തത്? ഇനിയിപ്പോൾ അതിനും എന്തിനും ഏതിനും മായന ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് എല്ലാവരും. സൂഫികൾ ആരാണ്, എന്താണ് എന്നറിയാനായിട്ട് വ്യക്തമായ രൂപത്തിൽ ഓരോ വിഷയങ്ങളും ഭംഗിയായി അവതരിപ്പിച്ചു പോകാനായിട്ട് സൂഫികളെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം ഈ ഓഡിയോ കേൾക്കുക. അവരെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അതിലെന്തെങ്കിലും സംശയമുള്ളവർ അത്തരക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് നിരീശ്വരവാദിയോടും യുക്തിവാദിയോടും ഈ പറയുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിഭാഗത്തിനോടും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ വായിൽ വെള്ളം പോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. തിരിച്ചവരും പറയും അവരുടെ വായിൽ വെള്ളം പോകാതെ അവർക്കും ഗുണമില്ല. രണ്ടു കൂട്ടർക്കും ഗുണമില്ലെങ്കിൽ നമുക്ക് ഈ ചാർട്ട് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. വിശ്വാസികൾ കേൾക്കട്ടെ, അവിശ്വാസികൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുക. പരസ്യമായിട്ട് ഇത്തരം വിഷയങ്ങളെ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് ഖുർആൻ തന്നെ നോക്കിയാൽ ചില സ്ഥലത്ത് പറയുന്നത് കാണാം, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന് ആരോടും പങ്കു ചേർക്കരുത് എന്ന് കാണാം. വേറൊരു സ്ഥലം നോക്കിയാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും വിശ്വസിക്കുക, രണ്ട് വിശ്വാസം വന്നു. അങ്ങനെ ഖുർആൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ഇങ്ങനെ മൊത്തം പരിശോധിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളൊക്കെ കേൾക്കുന്നത് ഈ ഇവർ മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നവരൊക്കെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഖുർആൻ ഒന്ന് വായിക്കാൻ അല്ലെങ്കിൽ ഓതാൻ ഒന്ന് തയ്യാറാവുക. അല്ലാണ്ട് എവിടെയെങ്കിലും കസേര ഇട്ടിട്ട് അവിടെ പോയി ഇരുന്നിട്ട് അവർ പറയുന്നതും കേട്ട് ഇതാണ് ശരി, മറ്റേ ആൾ പറയുമ്പോൾ അതാണ് ശരി. അങ്ങനെയല്ല. നമ്മൾ ശരിയാകണമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അറിയാൻ ശ്രമിക്കണം, സ്വയം അറിയുക. അപ്പോൾ ഞാൻ പറയുന്ന വിഷയങ്ങൾ തെറ്റോ ശരിയോ എന്തെങ്കിലും ആട്ടെ, നിങ്ങൾ അന്വേഷിക്കുക, അറിയുക. കാരണം എന്താ, നാളെ മഹ്ശറയിൽ ഞാനും നിങ്ങളും ഒക്കെ സമാധാനം പറയാനുള്ളതാണ്. അങ്ങനെ ഒരു മഹ്ശറ ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അപ്പം അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ തോറ്റുപോകരുത്. അതുകൊണ്ട് അന്വേഷണം എല്ലാവർക്കും നിർബന്ധമാണ്, എനിക്കും നിർബന്ധമാണ്, ഞാനും അന്വേഷണത്തിലാണ്. അപ്പോൾ യഥാർത്ഥമായ ഒരു ഉത്തരം കിട്ടാതെ നമ്മൾ മരിച്ചുപോയാൽ, നമ്മൾ ഇതുവരെ വിശ്വസിച്ച വിശ്വാസങ്ങളെല്ലാം കപടമായിരുന്നു എന്നറിഞ്ഞാൽ പിന്നെ ആര് നമുക്ക് വേണ്ടി പരിഹരിക്കാൻ വരും? അതുകൊണ്ടുള്ള സമയത്ത് സത്യം എന്താണെന്നറിയാൻ എല്ലാ വിഭാഗങ്ങളും സ്വയം ഈ ഗ്രന്ഥങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പരിശോധന നടത്തി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ബാക്കി വിഷയം ഇൻഷാ അല്ലാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ പറയാനുള്ള കരുത്തും മനസ്സും ഒക്കെ നൽകട്ടെ. കേൾക്കാനുള്ള മനസ്സ് അല്ലാഹു തആല നിങ്ങൾക്കും നൽകട്ടെ. രണ്ടു കൂട്ടർക്കുമുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കാനായിട്ട് കിട്ടുന്ന കുറച്ച് സമയം. ആ കുറച്ച് സമയം കൊണ്ട് നമ്മളിത് കേട്ട് നമുക്കതിൽ പൂർണ്ണതയൊന്നും എത്താൻ പറ്റില്ല, എങ്കിലും കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്കൊരു പൂർണ്ണതയിൽ എത്താൻ പറ്റും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മുടെയൊക്കെ കർമ്മഫലം കൊണ്ടാണ്. അള്ളാഹു തആല നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളും പ്രയാസങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ, എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.